സർക്കാർ വീണ്ടും യു ടേൺ അടിക്കുന്നു. എന്താണോ സത്യപ്രതിജ്ഞ ചെയ്ത ഉടനെ മുഖ്യമന്ത്രി പറഞ്ഞത്, ലീഗിൻ്റെ മന്ത്രിമാർ പറഞ്ഞത്, അതിൽ നിന്നെല്ലാം പിറകോട്ട് പോകുന്നു. ജനങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ അണികളിൽ നിന്ന് വലിയ വിമർശനം ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് സർക്കാർ പോകുന്നത് എന്നാണ് അറിയുന്നത്. സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ മുസ്ലിം ലീഗ് തീരുമാനിച്ചിരിക്കുന്നു. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങൾ തന്നെ അക്കാര്യം മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. ഇന്ത്യൻ എക്സ്പ്രസ് അതേക്കുറിച്ച് വലിയ വാർത്ത നൽകുകയും ചെയ്തിട്ടുണ്ട്. യു ടേൺ IUML ടു പുഷ് ഫോർ എക്സിറ്റ് ഫ്രം PM ശ്രീ എന്ന തലക്കെട്ടിൽ ഒന്നാം പേജിൽ വന്ന വാർത്തയിൽ പറയുന്നത്, PM ശ്രീയിൽ നിന്ന് മുസ്ലിം ലീഗ് പുറകോട്ട് പോകുന്നു. PM ശ്രീ നടപ്പാക്കേണ്ടതില്ല എന്ന തീരുമാനത്തിൽ മുസ്ലിം ലീഗ് എത്തിയിരിക്കുന്നു. മന്ത്രിസഭ ഉപസമിതി ജനങ്ങളുടെ വികാരത്തിന് അനുസരിച്ചുള്ള തീരുമാനമെടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് പറയുന്നത് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ഉടൻ മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞത് PM ശ്രീ പദ്ധതി നടപ്പാക്കും എന്നാണ്. അതിന് പറഞ്ഞ ന്യായം, മുൻ സർക്കാർ ഒപ്പിട്ടു, അതുകൊണ്ട് ഇനി പുറകോട്ട് പോകാൻ കഴിയില്ല. മുൻ സർക്കാർ ഒപ്പിടുക മാത്രമല്ല, പണവും വാങ്ങിക്കഴിഞ്ഞു, ഇനി എങ്ങനെയാണ് പുറകോട്ട് പോവുക എന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രി പറഞ്ഞത് അതുപോലെ മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാരായ PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. PK കുഞ്ഞാലിക്കുട്ടി ഒന്ന് കടത്തി പറഞ്ഞു, പണം വാങ്ങിയില്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? പണം വാങ്ങിയിട്ട് പോക്കറ്റിലിട്ടിട്ട് നടപ്പാക്കില്ല എന്ന് പറയുകയാണോ വേണ്ടത് എന്ന രൂപത്തിൽ പറഞ്ഞു PK കുഞ്ഞാലിക്കുട്ടി. N ഷംസുദ്ദീൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, അദ്ദേഹത്തിൻ്റെ കീഴിലാണ് പദ്ധതി നടപ്പാക്കേണ്ടത്. അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞത് പുറകോട്ട് പോകാൻ കഴിയില്ല, മുൻ സർക്കാർ ഒപ്പിട്ട് കഴിഞ്ഞു, മുൻ സർക്കാർ ഞങ്ങളുടെ തലയിൽ ആ ബാധ്യത വെക്കുകയാണ് ചെയ്തത്, അതുകൊണ്ട് മുന്നോട്ട് പോയേ തീരൂ. എങ്ങനെ പദ്ധതി നടപ്പാക്കണം എന്നതിനെക്കുറിച്ച് മന്ത്രിസഭ ഉപസമിതി രൂപീകരിക്കും എന്ന്. അടുത്ത ക്യാബിനറ്റ് മന്ത്രിസഭ ഉപസമിതി രൂപീകരിച്ചു. തീരുമാനമൊന്നും ഇതുവരെ എടുത്തിട്ടില്ല. മന്ത്രിസഭ ഉപസമിതി 10 മിനിറ്റ്, 15 മിനിറ്റ്, 5 മിനിറ്റ് ഒക്കെ യോഗം ചേർന്ന് പിരിയുകയാണ് ചെയ്യുന്നത്. രാഷ്ട്രീയ തീരുമാനമെടുക്കാൻ കഴിയാതെ മന്ത്രിസഭ ഉപസമിതി നിൽക്കുന്നു. രാഷ്ട്രീയ തീരുമാനമെടുക്കണമെങ്കിൽ UDF-ൽ ഒരു പൊതു തീരുമാനം ഉണ്ടാകണം. UDF തീരുമാനിച്ചു എന്ന് UDF കൺവീനർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. UDF-ൽ ചർച്ച ചെയ്തു, പ്രശ്നം ചർച്ച ചെയ്തു, പുറകോട്ട് പോകാൻ കഴിയില്ല, നടപ്പാക്കണമെന്നാണ് തീരുമാനിച്ചത് എന്ന് പരസ്യമായി ചോദ്യത്തിന് ഉത്തരമായി UDF കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു. തൊട്ടടുത്ത ദിവസം തന്നെ കുഞ്ഞാലിക്കുട്ടി തിരുത്തി, ചർച്ച ചെയ്തിട്ടില്ല, മന്ത്രിസഭാ ഉപസമിതിയാണ് തീരുമാനമെടുക്കേണ്ടത്, UDF-ൽ അത്തരമൊരു ചർച്ച വന്നിട്ടില്ല എന്ന്. തൊട്ടടുത്ത നിമിഷം അടൂർ പ്രകാശും ചൂടുമാറ്റി, ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല, അത് തെറ്റിദ്ധരിച്ചു, മാധ്യമങ്ങൾ അത് വളച്ചൊടിച്ചു എന്ന പതിവ് ന്യായം പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചു. അപ്പോഴേ മുസ്ലിം ലീഗിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട്. അണികൾ ഒറ്റക്കെട്ടായി മുസ്ലിം ലീഗ് നേതാക്കൾക്കെതിരെ വരുന്നു. മുസ്ലിം ലീഗിൻ്റെ അണികൾക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും കൂടുതൽ LDF-നെ CPM-നെ ആക്രമിച്ചത് PM ശ്രീ പദ്ധതിയുടെ പേരിലാണ്. BJP-യുമായി ധാരണയുണ്ടാക്കുന്നു, BJP-യുടെ അജണ്ട, കാവ്യവൽക്കരണ നയങ്ങൾ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൊണ്ടുവരുന്നു തുടങ്ങി വളരെ ഗുരുതരമായ ആരോപണങ്ങൾ. തെരഞ്ഞെടുപ്പ് സമയത്ത് എല്ലാ പൊതുയോഗങ്ങളിലും എല്ലാ പരിപാടികളിലും മുസ്ലിം ലീഗിൻ്റെയും UDF-ൻ്റെയും നേതാക്കൾ ഇത് പറഞ്ഞുകൊണ്ടേയിരുന്നു. കേരളം ഭരിക്കുന്നത് മുണ്ടുടുത്ത മോദിയാണ്, B ടീമാണ് കേരളം ഭരിക്കുന്നത് എന്ന്. അങ്ങനെ പറഞ്ഞ് വോട്ട് പിടിച്ചവരാണ്, UDF-ന് അനുകൂലമായി ഏകീകരിച്ചവരാണ് അധികാരത്തിൽ വന്നതിന് ശേഷം PM ശ്രീ പദ്ധതി നടപ്പാക്കാൻ രംഗത്തിറങ്ങിയത്. അതാണ് വലിയ വിമർശനം ഉയർന്നു വന്നു മുസ്ലിം ലീഗിനെതിരെ. അണികൾ മുസ്ലിം ലീഗ് നേതാക്കളെ തിരുത്തുന്ന സ്ഥിതിയിലേക്ക് വന്നു. ഇപ്പോഴെന്താണ് തീരുമാനം? എന്താണോ LDF സർക്കാർ തീരുമാനിച്ചത്, ഏറ്റവും ഒടുവിൽ അവിടെ തന്നെ കിടക്കട്ടെ എന്ന് LDF സർക്കാർ കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. അത് മാറ്റിവെക്കാൻ, തീരുമാനം നടപ്പാക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് തന്നെ തുടരട്ടെ, എന്താണോ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് കോ അത് തുടരട്ടെ, ഇതാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മന്ത്രിസഭ ഉപസമിതിയിൽ തീരുമാനമാകാതെ നീണ്ടു പോകുന്നത്. കോൺഗ്രസിന് എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിക്ക്, ധനകാര്യമന്ത്രിക്ക് പദ്ധതി നടപ്പാക്കണം. പദ്ധതി നടപ്പാക്കി കഴിഞ്ഞാൽ മാത്രമേ 1500 കോടിയോളം രൂപ കേരളത്തിന് ലഭിക്കാനുള്ളത് ലഭിക്കുകയുള്ളൂ. അത് ലഭിച്ചില്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ പണം മുടക്കാൻ സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല. അതുകൊണ്ട് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടണമെന്ന് VD സതീശൻ മുഖ്യമന്ത്രി പറയുന്നു, കോൺഗ്രസ് മന്ത്രിമാർ പറയുന്നു. പക്ഷേ മുസ്ലിം ലീഗ് അതിനോട് യോജിക്കുന്നില്ല. പണത്തിന് വേണ്ടി
ഒരു നയം തന്നെ RSSന്റെ BJPയുടെ നയം തന്നെ കേരളത്തിൽ നടപ്പാക്കാൻ പാടില്ല എന്ന നിലപാടിലേക്ക് മുസ്ലിം ലീഗ് ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ആരുടെ സമ്മർദ്ദം ഇനി വിജയിക്കും എന്നതേ അറിയാനുള്ളൂ. മുസ്ലിം ലീഗ് കീഴടങ്ങുമോ അതല്ല കോൺഗ്രസ് കീഴടങ്ങുമോ?